സോ ഈറ്റിംഗ് ഹാബിറ്റ് കറക്റ്റ് ആവണം, സ്ലീപ്പിംഗ് ഹാബിറ്റ് കറക്റ്റ് ആവണം, അങ്ങനെയൊക്കെ ഭയങ്കര ചിട്ടയുള്ള ഒരു ഡെന്റിസ്റ്റ് കൂടിയാണ്. ഈറ്റിംഗ് എന്താ പറയാ, ഈറ്റിംഗ് സ്ലീപ്പിംഗ് ഒക്കെ അത് എല്ലാവർക്കും കറക്റ്റ് ആണ്ടാണ്. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു രാജീവ് അതിന് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭ്രാന്താണ്, അത് കാര്യമാക്കണ്ട. ഭ്രാന്താണെന്നൊക്കെ പറയണ ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ രാത്രിയൊക്കെ എണ്ണീറ്റ് ഫാറ്റ് കൂടി ഇനിയിപ്പോ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട് എനിക്ക്. കണ്ടു കഴിഞ്ഞ ഒരു ഒത്ത ഒരു മനുഷ്യൻ കണ്ടാ മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ളുകൊണ്ട് ഭയങ്കര പാവമാണ്, അതെനിക്കറിയാം. നമ്മളാ when we were doing that reality show and all, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു കളിയിലൊക്കെ തോറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. കളിയിൽ തോറ്റ എനിക്ക് ഭയങ്കര വിഷമം. ഓക്കെ, ചൈൽഡ്ഹുഡ് എവിടെയായിരുന്നു? എൻ്റെ വീട് തിരുവല്ലയ്ക്ക് അടുത്ത് നന്നൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ്. ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെ, ഇപ്പോഴും അവിടെ തന്നെ. അതായത് ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് വരും, പിന്നെ അങ്ങോട്ട് പോകും, അങ്ങനെ. ഓക്കെ, അതിനിടയ്ക്ക് ലണ്ടൻ വരെ പോയോ? അത് ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി ഡെന്റിസ്റ്റിന്റെ ഹയർ സ്റ്റഡീസിനാണ് പോയത്. പഠിച്ചത് പിന്നെ ഹോസ്പിറ്റൽ മാനേജാണ്. പിന്നെ അവിടെ കുറെ ക്രിക്കറ്റ് കളിച്ചായിരുന്നു, പിന്നെ കുറെ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ നിന്നു. ഒരു ഡെന്റിസ്ട്രി പഠിച്ച ഒരാൾക്ക് ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല? അതോ ഇതുണ്ടായിരുന്നോ മുമ്പേ ഉള്ളില്? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഞാൻ ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ എന്താ പറയാ, ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സിന് സന്തോഷമില്ലായിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് പോകാനൊരു എന്താ പറയുക, ഒരു വെമ്പലുണ്ടല്ലോ, ത്വര, ആ സാധനം. അങ്ങനെ ഞാൻ ബോംബെക്ക് പോയതാണ്. ആക്ടിങ് അല്ലെങ്കിൽ മോഡലിംഗ് തന്നെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത് പിന്നാണ് തിയേറ്റേഴ്സിലോട്ടും. അങ്ങനെ എല്ലാവർക്കും അറിയാം, എനി മോഡൽ യു ഗോ ഓവർ ദെയർ. നമുക്ക് തന്നെ അറിയാം മോഡലിംഗ് ഭയങ്കര ഷോർട്ട് ലീവ്ഡ് ആണ്, സിനിമയിൽ കയറാതെ വേറെ മാർഗമില്ല എന്നുള്ള അറിയാം. അങ്ങനെ ഫസ്റ്റ് സിനിമയിലേക്കുള്ള കോള് വരുന്നത് ലിജോ സാറിന്റെയാണ്. അതിനു മുമ്പ് ഞാൻ മലയാളത്തിൽ ഒരു പടത്തില് മോഹം കാണിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, തുമ്മി കഴിഞ്ഞാൽ എന്നെ കാണില്ല. അതുപോലൊക്കെ തന്നെയായിരുന്നു. അത് ഞാൻ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ലിജോ സാറിന്റെ പടത്തിൽ സിറ്റി ഓഫ് ഗോഡ്, അതില് എന്താ പറയാ, ആ റോൾ ആദ്യം ഫഹദ് ഫാസിലിനായിരുന്നു. പിന്നീട് ഷൈജു കുറുപ്പിന്റെ അടുത്ത് വന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് ഓഡിഷൻ വെച്ചു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അത് ശരി, അത് കൊള്ളാലോ. ആദ്യത്തെ സിനിമ ലിജോ സാറിന്റെ അടുത്ത് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം. എനിക്ക് പേഴ്സണലി എനിക്കാണ്, അദ്ദേഹമാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ഡയറക്ടർ. അത് മാത്രമല്ല എന്നെ കൊണ്ടുവന്നു എന്നുള്ള നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ ഒരു പടം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ടാണ്. അതിനുശേഷം പിന്നെ എപ്പോഴെങ്കിലും അതിനുശേഷം ലിജോ സാറിന്റെ മറ്റൊരു മൂവി ഡിസ്കോ എന്ന് പറഞ്ഞൊരു മൂവി അത് അനൗൺസ് ചെയ്തതിന് അതില് വിനായകൻ, മഗ്രൻ ദേശ്പാണ്ഡെ, ഞാനിങ്ങനെ ആൾക്കാരെ വെച്ചിട്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഡ്രോപ്പ് ചെയ്തവർ. അങ്ങനെ ഡ്രോപ്പ് ചെയ്തു.